ഇന്ന് 100 രൂപയിൽ താഴെ വരുന്നൊരു ഡിയോഡാപ്പ് ഹോളാണ് കേട്ടോ. ഈ ഒരു സിലിക്കൺ ബ്രഷിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡിയോഡാപ്പ് എന്നാണ്. ഈ ഒരു ഭാഗത്തായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ദോശക്കല്ലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സിലിക്കണാണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇനി ഈ ഒരു നൈഫ് ഹോൾഡർ കേട്ടോ, പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ. നമ്മൾ കത്തിയൊക്കെ ഈ രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ആപ്പിൾ കട്ടറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ബനാന കട്ടർ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇതുപോലെ പഴമൊക്കെ തൊലിയൊക്കെ കുടിച്ചിട്ട് അതിന് മേലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സ്പ്രേ ബോട്ടിൽ നമുക്ക് ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ദോശക്കല്ലിലൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. എണ്ണയൊക്കെ ഇതിൻ്റെ മെറ്റീരിയൽ താഴെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ കഴുകി വൃത്തിയാക്കാനൊക്കെ നല്ല സുഖമാണ്. ഇനി ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫ് കേട്ടോ, നല്ല ഷാർപ്പാണ്. നല്ല തിന്നായിട്ട് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാൻ പറ്റും. ഈ ഒരു ബൗൾ ഹോൾഡർ അതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ രീതിയിൽ നമുക്ക് പാത്രങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറ്റുക. താഴെ ഒരു ബക്കിളുള്ളതുകൊണ്ട് തന്നെ പേടിക്കൊന്നും വേണ്ട. ഇനി ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് സിലിക്കൺ ആയതുകൊണ്ട് തന്നെ ബൗളിനും ഡാമേജ് ഒന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്നൊക്കെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഈ രീതിയിലുള്ള ക്ലിപ്സ് ഉപയോഗിക്കാം. ഇതിൻ്റെയൊക്കെ പ്രൈസും ഡീറ്റെയിൽസും ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഐറ്റം നമ്മൾ ആപ്പിൾ, പേര് പോലെയുള്ള ഫ്രൂട്ട്സ് എന്നൊക്കെ അതിനുള്ളിലെ സീഡ്സ് മാത്രമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. ഈ രീതിയിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഉപയോഗിക്കുന്നവരെ എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ മുറിച്ച് നോക്കി, ഇത് എല്ലാം പോന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ നല്ല പെർഫെക്റ്റായിട്ട് ഉള്ളിലെ കുരുവൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു സിലിക്കണിൻ്റെ സ്പാച്ചുലയും ബ്രഷും ഇതൊരു കോംബോ ആണ്. 39 രൂപ മറ്റായിരുന്നു ഇത് രണ്ടിനും കൂടെ. നല്ല ക്വാളിറ്റിയുള്ള സിലിക്കൺ തന്നെയായിരുന്നു കേട്ടോ. ഇനി ഒരു ക്രിങ്കിൾ കട്ടർ, ഇപ്പോൾ നമ്മൾ വെജീസൊക്കെ എസ്പെഷ്യലി കുക്കുംബർ അതേപോലെ ക്യാരറ്റൊക്കെ നല്ല ഷേപ്പിൽ ഇതുപോലെ മുറിച്ചെടുക്കാനായിട്ട് ഇതുകൊണ്ട് പറ്റും. നല്ല ഷാർപ്പാണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ്. ഇനി ഈ ഒരു സ്നാക്ക് മോൾഡ്, ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈ ഒരു ക്ലിപ്പ് കേട്ടോ, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അത് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഉപയോഗിച്ച് മാറ്റി വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാക്കറ്റ്സൊക്കെ ഉണ്ടല്ലോ, അതിനുള്ളിൽ ഇതുപോലെ ഈ ഒരു മൗത്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ക്ലിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് ഒരൈറ്റവും പുറത്തേക്ക് വരില്ല. നല്ല എയർ ടൈറ്റ് ആണ്, അതുകൊണ്ട് ചീത്തയായി പോകുന്നുള്ള പേടിയുമില്ല. ഇനി ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ ഈ ഒരു ഭാഗം തുറന്നിട്ട് എടുക്കാനും പറ്റും. ഇത് സിലിക്കണിൻ്റെ ഗാർലിക് പീലറാണ് കേട്ടോ. ഇതുപോലെ വെളുത്തുള്ളി കല്ലിയായിട്ട് നമ്മൾ ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വർക്കാവുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത ഒരു വെളുത്തുള്ളികളിൽ 2 ഒഴികെ ബാക്കിയെല്ലാം എനിക്ക് പീലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം യൂസ്ഫുള്ളായ പ്രൊഡക്റ്റൊക്കെ തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലായിരുന്നു സിലിക്കൺ. ഇനി ഈ ഒരു പാസ്ത സ്പൂണ്, നമ്മളിപ്പോൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് കോരിയെടുക്കാനൊക്കെ ഇതുകൊണ്ട് പറ്റും. അതുകൊണ്ട് മാത്രമല്ല, കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് വാങ്ങിയതാണ്. ഇനി ഒരു ഹുക്ക്, ഇത് റബ്ബറാണ് മെറ്റീരിയൽ, പ്ലാസ്റ്റിക്കും. കുറച്ച് വെയിറ്റുള്ള ഐറ്റംസൊക്കെ ഇതുപോലെ നമുക്ക് ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം പൊക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ പാക്കറ്റിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഈ രീതിയിലൊന്ന് ഹോൾഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്തൊരു ബട്ടൺ ഉണ്ട്, അത് പിടിച്ച് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോക്കായി കിട്ടും. അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ രീതിയിൽ പൊക്കിയെടുക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ പൊക്കിയെടുക്കാം. ഇനി ഈ ഒരു ഷീൽഡ് കേട്ടോ, ഇത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിനെടുത്താണ്. നല്ല ഷാർപ്പായിട്ടുള്ള നൈഫൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ വിരലിലൊക്കെ ഇട്ട് കൊടുത്താൽ കട്ടൊന്നും വീഴാതിരിക്കും. ഇതും ഒരു ഹോൾഡറാണ്. ഇപ്പോൾ നമ്മൾ ഡോറിന് പിന്നിലോ വാർഡ്രോബിനുള്ളിലൊക്കെ നമുക്ക് ഹാങ്ങേഴ്സ് ഇടാൻ പറ്റും. ഇതിലിപ്പോൾ 4 ഹാങ്ങർ ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഇനിയിപ്പോൾ വേണ്ടാത്ത സമയത്താണ് നമുക്ക് മടക്കി വയ്ക്കാനും പറ്റും. ഹാങ്ങേഴ്സ് ഇട്ട ശേഷം മടക്കി വയ്ക്കുകയാണെങ്കിൽ കുറച്ച് സ്പേസും കൂടി കൺസ്യൂം ചെയ്യാൻ പറ്റും. ഇതൊരു എഗ് ക്രാക്കറാണ് കേട്ടോ. മുട്ട പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് എടുത്തായിരുന്നു. ഇതുപോലെ നമുക്ക് മുട്ടയൊക്കെ ഇതിനുള്ളിൽ വെച്ചിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ മെറ്റീരിയൽ. നമ്മൾ എഗ് സെപ്പറേറ്ററാണ്, അതായത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ കേക്ക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി ഇതാണ് ഓറഞ്ച് പീലർ, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ പറിച്ചെടുക്കുന്ന സാധനം. ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ കുറച്ചും കൂടെ വർക്കാവുമായിരിക്കും. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു ഐറ്റം ആയതുകൊണ്ട് തൊലി പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
ഇതിൻ്റെ ഈ അറ്റത്തുള്ള ഷാർപ്പായ ഭാഗം കൊണ്ട് ഇതുപോലെ നമുക്ക് വലിച്ചെടുക്കാം. ഇതൊരു നമ്മൾ പാത്രങ്ങളുടെയൊക്കെ മൂടി ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹോൾഡറാണ് കേട്ടോ. ഇതിൽ പശയുണ്ട്, അതേപോലെ തന്നെ സക്ഷനും ഉണ്ട്. അപ്പോൾ രണ്ടും ഉള്ളതുകൊണ്ട് നമുക്ക് മതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മൂടിയൊക്കെ ഇതിന് മേലേക്ക് വെക്കാം. കുക്ക് ചെയ്യുന്ന സമയത്തും അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങും. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി പ്രൊഡക്ട്സ് ഒക്കെ ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് ഡിയോഡാപ്പിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഫ്രീ ഡെലിവറിക്കായിട്ടുള്ള കൂപ്പൺ കോഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.